അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞത്. ഇനി അത് നമുക്ക് ഷോർട്സിലോട്ടോ വീഡിയോയിലോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഷോർട്സിലാണെങ്കിൽ ആദ്യം നമ്മൾ വീഡിയോ യൂട്യൂബ് ആപ്പിൽ കയറിയിട്ട് പ്ലസ് ഐക്കൺ കാണും. ആ ഐക്കണിൽ ഷോർട്സ്, ആദ്യം വീഡിയോ, ഷോർട്സ്, ലൈവ് എന്നിങ്ങനെ കാണും. ആദ്യം നമ്മൾ ഷോർട്സ് എടുക്കുമ്പം നിങ്ങൾ ചെയ്തു വെച്ച വീഡിയോ കാണും. അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. ഫോണിൻ്റെ സെറ്റിങ്സ് അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളതിനെ അപ്ലോഡ് ചെയ്യുമല്ലോ നമ്മൾ ഷോർട്സ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം അത് അപ്ലോഡായി വരുമ്പോൾ നമ്മൾ YT സ്റ്റുഡിയോയിൽ കയറിയാണ് ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്യുന്നത്. അതായത് YT സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി പെൻസിൽ ഐക്കൺ പോലത്തെ ഒരു ടൂൾസ് വരും. പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റിങ്ങിൽ കുറേ സംഭവം കാണിക്കും. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. ഒന്ന് മാത്രം നമ്മൾ വിടും, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. പ്ലേ ലിസ്റ്റ് നമ്മൾ ചെയ്യും. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഓപ്ഷൻ. അത് മാത്രം നമ്മൾ ചെയ്യത്തില്ല. ബാക്കിയെല്ലാം നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് മാത്രം നമ്മൾ ഓപ്ഷൻ ഒന്നും ചെയ്യണ്ട. ബാക്കി എല്ലാത്തിനും നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ കാര്യം ചെയ്യണം. ആദ്യം നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബിൽ അൺലിസ്റ്റിൽ വീഡിയോ ചെയ്യുക. അൺലിസ്റ്റിലാണ് വീഡിയോ വിസിബിളി ആക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആഡ് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള 5-6 കീസ് നമ്മൾ കൊടുക്കുക. എന്താണ് നമ്മളുടെ വീഡിയോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് നോക്കി അത് ചെയ്യണം. പിന്നെ നമ്മൾ ടാഗ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് കൊടുത്തത് അതുപോലെ തന്നെ കൊടുക്കുക. ടാഗ് അടിക്കാതെ കൊടുക്കുക. ഇത് #ടാഗ് ഉണ്ടല്ലോ, അത് അടിക്കാതെ നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാത്തിനും കൊടുക്കുമ്പോൾ നമ്മളുടെ ചാനലിൻ്റെ പേര് ആഡ് ചെയ്യണം. കാരണം അത് ആഡ് ചെയ്യുമ്പോൾ ആ ചാനലിൻ്റെ പേര് അങ്ങ് പോകും. ഓക്കെ, അപ്പം ചാനലിൻ്റെ പേര് ചെയ്യണം. പിന്നെ എമർജൻസി ആയിട്ട് വേണ്ട സാധനങ്ങൾ കീസൊക്കെ ചെയ്യുക. ഷോർട്സ് മലയാളം, യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ വീഡിയോ, യൂട്യൂബ് ഷോർട്സ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുക. ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വിസിബിലിറ്റി പബ്ലിക്കാക്കി സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഷോർട്സ് മനസ്സിലായി. ഇനി വീഡിയോയും ഇതുപോലെ തന്നെയാണ്. വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് അത് നമ്മൾ എടുത്തിടുക. പിന്നെ അതിൻ്റെ തമ്പ് നെയിം ഉണ്ടല്ലോ, ഫ്രണ്ടിലത്തെ കവർ പോർഷൻ, ഫ്രണ്ടിൽ സ്ക്രീന് പോലെ കാണില്ല, എഴുതിക്കൊണ്ടൊക്കെ വരുന്ന ഒരു ഇമേജൊക്കെ. അപ്പോൾ അത് നമ്മൾ മറ്റേ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 100 കണക്കിന് 4 എണ്ണം നമ്മളെ വീഡിയോയിലുള്ളതും 1 എണ്ണം പുറത്തുനിന്നുള്ളതും വരാം. കാരണം നമ്മൾ എഡിറ്റ് ചെയ്ത് വച്ചേക്കുന്നതും കാണുമല്ലോ. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അത് കാണും, ചേഞ്ച് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ടൈറ്റിൽ കൊടുക്കുക. ബാക്കി നമ്മൾ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം ഷോർട്സും വീഡിയോയും. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.